ഹലോ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2019 മെയ്യിൽ നടന്ന യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിലെ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ഇത് ജേണൽ ബിയറിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: എ 360-degree hydrodynamic journal bearing operates at 1200 rpm and carries a load of 5.5 kN. The journal diameter is 55 mm and length is 55 mm. The bearing is lubricated with SAE 20 oil and the operating temperature of oil is 79 degrees Celsius. Assume radial clearance as 0.025 mm and the attitude angle is 60 degree. Determine bearing pressure, attitude, minimum film thickness, heat generated, heat dissipated if the ambient temperature is 25 degrees Celsius and amount of artificial cooling if necessary. ഈ ക്വസ്റ്റ്യൻ 15 മാർക്കിൻ്റെയാണ്. ഇതിൻ്റെ സ്കീം ഓഫ് ഇവാലുവേഷൻ ഇതായിരുന്നു: ബിയറിംഗ് പ്രഷർ കണ്ടുപിടിക്കുന്നതിന് 2 മാർക്ക്, ആറ്റിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ 2 മാർക്ക്, മിനിമം ഫിലിം തിക്നെസ്സിനും 2 മാർക്ക്, ഹീറ്റ് ജനറേറ്റഡ് കണ്ടുപിടിക്കുന്നതിന് 4 മാർക്ക്, ഹീറ്റ് ഡിസിപ്പേറ്റഡ് കണ്ടുപിടിച്ചാൽ 3 മാർക്ക്, എമൗണ്ട് ഓഫ് ആർട്ടിഫിഷ്യൽ കൂളിംഗ് അത് 2 മാർക്ക്. ആർട്ടിഫിഷ്യൽ കൂളിംഗ് വേണ്ട എന്നുണ്ടെങ്കിൽ ഹീറ്റ് ജനറേറ്റഡിനും ഹീറ്റ് ഡിസിപ്പേറ്റഡിനും ഈ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇത് സോൾവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റാ ബുക്ക് മഹാദേവനും ബാലവീർ റെഡ്ഡിയും ചേർന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഡാറ്റാ ബുക്കാണ്. തന്നിരിക്കുന്ന ഡാറ്റ ബീറ്റ 360 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ബീറ്റ 360 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുൾ ജേണൽ ബിയറിംഗ് ആണെന്നുള്ളതാണ്. ഇനി സ്പീഡ് ഓഫ് ദ ജേണൽ അത് 1200 rpm ആണ്. ലോഡ് ആക്ടിംഗ് 5.5 kN. ഡയമീറ്റർ ഓഫ് ദ ജേണൽ അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് ദ ബിയറിംഗ് അത് 55 mm ആണ്. ലെങ്ത് ഓഫ് ദ ബിയറിംഗ് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ ജേണൽ 55 mm. റേഡിയൽ ക്ലിയറൻസ് സി അത് 0.025 mm. ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ TO 79 ഡിഗ്രി സെൽഷ്യസ്. ആറ്റിറ്റ്യൂഡ് ആംഗിൾ ഫൈ അത് 60 ഡിഗ്രി. ആംബിയന്റ് ടെമ്പറേച്ചർ TA 25 ഡിഗ്രി സെൽഷ്യസ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓയിൽ SAE 20 ഓയിലാണ്. ഈ ഓയിലിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന നമ്പർ നമ്മൾ ടേബിൾ 15.1 പേജ് നമ്പർ 363 ടേബിൾ 15.1 നിന്ന് SAE 20 ഓയിലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ കണ്ടുപിടിക്കണം. ആ നമ്പർ E ആണ്, ക്യാപിറ്റൽ ലെറ്റർ E. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ബിയറിംഗ് പ്രഷർ കണ്ടുപിടിക്കുന്നു. ബിയറിംഗ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 15.6 C പേജ് നമ്പർ 355 ആണ്. ഈ ബിയറിംഗ് പ്രഷർ എന്ന് പറയുന്നത് ആവറേജ് പ്രഷർ തന്നെയാണ്. അത് P = W/LD ആണ്. D എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. ഡാറ്റാ ബുക്കിൽ തന്നിരിക്കുന്നത് 2R × L എന്നാണ്. 2R എന്ന് പറയുന്നത് 2 times റേഡിയസ്, അത് ഡയമീറ്റർ ആണ്. സോ P എന്ന് പറയുന്നത് W/LD. L × D എന്ന് പറയുമ്പോൾ അത് പ്രൊജക്റ്റഡ് ഏരിയയായി. ലെങ്ത് ഓഫ് ദ ബിയറിംഗ് മൾട്ടിപ്ലൈഡ് ബൈ ഡയമീറ്റർ ഓഫ് ദ ബിയറിംഗ് അത് പ്രൊജക്റ്റഡ് ഏരിയയാണ്. ആ പ്രൊജക്റ്റഡ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന പ്രഷറാണ് ആവറേജ് പ്രഷറായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ലോഡ് W അത് 5.5 kN ആണ്. അതായത് 5.5 × 1000 N. ജേണലിന്റെ ലെങ്ത് L തന്നിരിക്കുന്നത് 55 mm ആണ്. ജേണലിന്റെ ലെങ്ത് തന്നെയാണ് ബിയറിംഗിന്റെ ലെങ്ത്. ജേണലിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ ബിയറിംഗിന്റെ ഡയമീറ്റർ D അതും 55 mm തന്നെ. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ കണ്ടുപിടിക്കാം. ആ പ്രഷർ Pയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.82 N/mm² എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബിയറിംഗ് പ്രഷർ കണ്ടുപിടിച്ചു, അത് 1.82 N/mm². ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ആറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നു. ശരിക്കും ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ടേം നമ്മുടെ ഡാറ്റാ ബുക്കിൽ ഒരിടത്തും ഇല്ല. പകരം അവർ യൂസ് ചെയ്തിരിക്കുന്നത് എസെൻട്രിസിറ്റി റേഷ്യോ എന്നാണ്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എസെൻട്രിസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ എസെൻട്രിസിറ്റി ടു ദ റേഡിയൽ ക്ലിയറൻസ്. റേഡിയൽ ക്ലിയറൻസ് എന്ന് പറയുന്നത് റേഡിയൽ ഡയറക്ഷനിൽ ജേണലും ബിയറിംഗും തമ്മിലുള്ള ഗ്യാപ്പാണ്. ആ ഗ്യാപ്പിനാണ് റേഡിയൽ ക്ലിയറൻസ് എന്ന് പറയുന്നത്. എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് ജേണലിന്റെ ആക്സിസും
ബിയറിങ്ങിന്റെ ആക്സിസും കോയിൻസൈഡ് ചെയ്യാത്ത കണ്ടീഷനിൽ അവിടെ ഉണ്ടാകുന്ന ഒരു ചെറിയ ഗ്യാപ്പ്, അതാണ് എസെൻട്രിസിറ്റി. സോ ഇത് തമ്മിലുള്ള റേഷ്യോയെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എസെൻട്രിസിറ്റി റേഷ്യോ എന്ന് പറയും. ഈ ആറ്റിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എപ്സിലോൺ വെച്ചിട്ടാണ്. അതിനുള്ള റിലേഷൻ, ആറ്റിറ്റ്യൂഡും എസെൻട്രിസിറ്റിയും റേഡിയൽ ക്ലിയറൻസും തമ്മിലുള്ള റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അത് ഇക്വേഷൻ 15.7b ആണ്, പേജ് നമ്പർ 357. റിലേഷൻ ഇതാണ്: ആറ്റിറ്റ്യൂഡ് എപ്സിലോൺ ഈക്വൽ ടു ഇ ബൈ സി ഈക്വൽ ടു കോസ് ഫൈ ഈക്വൽ ടു 1 മൈനസ് HO ഡിവൈഡഡ് ബൈ സി. ഇതിൽ ഫൈ എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ് ആംഗിൾ ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഫൈ 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എപ്സിലോൺ നമുക്ക് കണ്ടുപിടിക്കാം. എപ്സിലോൺ ഈക്വൽ ടു കോസ് 60. ഇ ബൈ സി എന്നുള്ള റേഷ്യോ നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമുക്ക് എസെൻട്രിസിറ്റി വാല്യൂ അറിയില്ലാത്തതുകൊണ്ട്. എപ്സിലോൺ കോസ് 60 ഈക്വൽ ടു 0.5. ഇപ്പോൾ ഈ എപ്സിലോണിന്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എസെൻട്രിസിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാം, കാരണം നമുക്ക് റേഡിയൽ ക്ലിയറൻസ് തന്നിട്ടുണ്ട്. ഇനി HO എന്ന് പറയുന്നത് മിനിമം ഫിലിം തിക്നെസ് ആണ്. അതിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഇത് ചോദിച്ചിട്ടില്ല, എസെൻട്രിസിറ്റിയുടെ വാല്യൂ ചോദിച്ചിട്ടില്ല, മിനിമം ഫിലിം തിക്നെസ് ചോദിച്ചിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ മിനിമം ഫിലിം തിക്നെസ് കണ്ടുപിടിക്കണം. അപ്പോൾ മിനിമം ഫിലിം തിക്നെസ് കണ്ടുപിടിക്കാനുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ 15.7b, പേജ് നമ്പർ 356. ഇതിൻ്റെ അകത്ത് നിന്ന് HO ഈക്വൽ ടു C മൈനസ് E ഈക്വൽ ടു C ഇൻറ്റു 1 മൈനസ് എപ്സിലോൺ നമുക്ക് കിട്ടും. ഇതിൻ്റെ അകത്ത് എപ്സിലോൺ എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ് ആണ്. അത് 0.5 എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്ലിയറൻസ് അത് C, അത് 0.025 മില്ലിമീറ്റർ ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് HO, അതായത് മിനിമം ഫിലിം തിക്നെസ് കണ്ടുപിടിക്കാം. അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0.0125 മില്ലിമീറ്റർ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഹീറ്റ് ജനറേറ്റഡ് ആണ്. ഇതിൽ ഹീറ്റ് ജനറേറ്റഡ് കണ്ടുപിടിക്കാൻ ഉള്ള ഇക്വേഷൻ Hg ഈക്വൽ ടു FWV എന്നുള്ളതാണ്. ഇത് ഇക്വേഷൻ 15.6J ആണ്, പേജ് നമ്പർ 356. ഇതിലെ F എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. അത് കണ്ടുപിടിക്കാനുള്ള റിലേഷൻ ഇക്വേഷൻ 15.4B, പേജ് നമ്പർ 353. ഇതിൽ ഈ ബിയറിങ്ങിനെ നമ്മൾ വെൽ ലൂബ്രിക്കേറ്റഡ് ബിയറിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാനുള്ള റിലേഷനാണ് ഈ തന്നിരിക്കുന്നത്. അതായത് ഇക്വേഷൻ 15.4b. ആ റിലേഷൻ ഇതാണ്: കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ F ഈക്വൽ ടു KA ഇൻറ്റു ZN ബൈ P ഇൻറ്റു R ബൈ C ഇൻറ്റു 10⁻⁻10 പ്ലസ് ഡെൽറ്റ F. ഇതിൻ്റെ അകത്ത് ZN ബൈ P എന്ന് പറയുന്നത് ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ ആണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന N എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ N ആണ്. സ്മോൾ ലെറ്റർ N എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട സ്പീഡ് എന്ന് പറയുന്നത് RPSലായിരിക്കണം, അതായത് റെവല്യൂഷൻസ് പെർ സെക്കൻഡിലായിരിക്കണം. ഇനി ഇതിൽ KA എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അത് ബിയറിംഗ് ഫുൾ ബിയറിംഗ് ആണോ അല്ലെങ്കിൽ ബീറ്റയുടെ വാല്യൂ 360യേക്കാളും കുറവാണോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേരി ചെയ്യുന്ന ഒരു വാല്യൂ ആണ്. അത് ഈ ഇക്വേഷന്റെ താഴെ തന്നെ തന്നിട്ടുണ്ട്. ഈ കേസിൽ ബീറ്റ 360 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നത് കൊണ്ട് ഇതൊരു ഫുൾ ബിയറിംഗ് ആണ്. അതുകൊണ്ട് KA നമ്മൾ എടുക്കേണ്ടത് 0.195 ഇൻറ്റു 10⁻6 ആണ്. ഇനി Z എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വിസ്കോസിറ്റി ആണ്. അത് കണ്ടുപിടിക്കാനുള്ള റിലേഷൻ ZK ഇൻറ്റു ρT എന്നുള്ളതാണ്. അതിൽ ZK എന്ന് പറയുന്നത് കൈനമാറ്റിക് വിസ്കോസിറ്റിയും ρT എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദി ഓയിൽ അറ്റ് ടെമ്പറേച്ചർ TU ആണ്. ഈ T എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ കൈനമാറ്റിക് വിസ്കോസിറ്റി ZK കണ്ടുപിടിക്കാൻ നമുക്ക് ഫിഗർ 15.3, പേജ് നമ്പർ 352 ഫിഗർ 15.3യുടെ സഹായം വേണം. അതിൻ്റെ അകത്ത് ഓട്ടോമൊബൈൽ ഓയിൽ SAE 20 അത് E ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ Eക്ക് Eയുടെ കർവിൽ 79 ഡിഗ്രി സെൽഷ്യസിൽ വരുന്ന ZKയുടെ വാല്യൂ അത് റൈറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. അവിടെ സെന്റി സ്റ്റോക്സിൽ അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഡാറ്റാ ബുക്കിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് സെന്റി സ്റ്റിക്സ് എന്നാണ്, അത് ആക്ച്വലി സെന്റി സ്റ്റോക്സ് ആണ്. അപ്പോൾ ZKയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 13 എന്നാണ്.
79 ഡിഗ്രി സെൽഷ്യസിൽ SAE20 ഓയിലിൽ. ഇനി റോ ടി എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദി ഓയിൽ അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് ദി ഓയിൽ ആണ് അറ്റ് ടെമ്പറേച്ചർ T. അത് കണ്ടുപിടിക്കാനുള്ള റിലേഷൻ ഇക്വേഷൻ 15.1F പേജ് നമ്പർ 350 ആണ്. അതിന്റെ റിലേഷൻ ഇതാണ്: റോ ടി ഈക്വൽ ടു റോ 15 മൈനസ് 0.00063 ഇൻറ്റു T ഡിഗ്രി സെൽഷ്യസ് മൈനസ് 15. ഇതിൽ റോ 15 എന്ന് പറയുന്നത് 15 ഡിഗ്രി സെൽഷ്യസിൽ ഈ ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണെന്നുള്ളതാണ്. അത് നമുക്ക് ടേബിൾ 15.1 നിന്ന്, അതായത് പേജ് നമ്പർ 363 ടേബിൾ 15.1 നിന്ന് നമുക്ക് കിട്ടും. SAE20 ഓയിലിന് റോ 15 നമുക്ക് കിട്ടുന്നത് 0.9254 എന്നാണ്. ഇനി T ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് 79 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റോ ടിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0.8851 എന്നാണ്. ഇനി റോ ടിയുടെയും ഇസഡ്കെയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇസഡിന്റെ വാല്യൂ, അബ്സല്യൂട്ട് വിസ്കോസിറ്റി ഇസഡിന്റെ വാല്യൂ 13 ഇൻറ്റു 0.8851 എന്ന് കിട്ടും. അത് 11.51 CP, അതായത് സെന്റിപോയിസ് ആണ്. അതിനെ നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 0.01151 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇതിന് വേണ്ട കൺവേർഷൻ നമുക്ക് പേജ് നമ്പർ 352ന്റെ ബോട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. സെന്റിപോയിസിനെ എങ്ങനെ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുള്ളത്. ഇനി നമുക്ക് റൊട്ടേഷണൽ സ്പീഡ് n കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് RPSലാണ് വേണ്ടത്. RPMലുള്ള സ്പീഡ് ക്യാപിറ്റൽ N നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ സ്മോൾ n ഈക്വൽ ടു ക്യാപിറ്റൽ N ബൈ 60 ആണ്. ക്യാപിറ്റൽ N 1200 RPM ആണ്. അതിനെ 60 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സ്മോൾ ലെറ്റർ n എന്ന് പറയുന്നത് 20 RPS ആണ്. ആവറേജ് പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ ബിയറിംഗ് പ്രഷർ ആണ്. അത് P നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ. അത് 1.82 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. ഇനി റേഡിയസ് ഓഫ് ദ ബിയറിംഗ് R എന്ന് പറയുന്നത് ഡയമീറ്റർ ബൈ 2 ആണ്. ഡയമീറ്റർ 55 ആയതുകൊണ്ട് റേഡിയസ് നമുക്ക് കിട്ടുന്നത് 27.5 മില്ലിമീറ്റർ. ക്ലിയറൻസ് അത് റേഡിയൽ ക്ലിയറൻസ് ആണ് C. അത് 0.025 മില്ലിമീറ്റർ ആണ്. ഈ കേസിൽ ഡെൽറ്റ എഫിന്റെ വാല്യൂ 0.002 എന്ന് നമുക്ക് എടുക്കാം. അതും ആ ഇക്വേഷന്റെ തൊട്ട് താഴെ തന്നെ ഡാറ്റാ ബുക്കിൽ തന്നിട്ടുള്ള കണ്ടീഷൻ ആണ്. അപ്പൊ ഈ വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ F നമുക്ക് കിട്ടുന്നത് 0.00471 എന്നുള്ള വാല്യൂ ആണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു ലാർജ് വാല്യൂ വന്നു കഴിഞ്ഞാൽ, അതായത് 0.0 എന്നതിന് പകരം 0.1 എന്നോ 2 എന്നോ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് ഒരുപാട് കൂടുതലാണെന്നാണ്. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷനിൽ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളതൊന്ന് കെയർഫുൾ ആയിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി 0 പോയിന്റ് കഴിഞ്ഞ് 2 സീറോസ് എങ്കിലും ഉണ്ടായിരിക്കും. അതിൽ കുറവാണെങ്കിൽ കാൽക്കുലേഷൻ ഒന്നുകൂടെ റീചെക്ക് ചെയ്യേണ്ടി വരും. യൂണിറ്റ് കൺവേർഷനിൽ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഹീറ്റ് ജനറേറ്റഡിന്റെ ബാക്കിയുള്ള കാൽക്കുലേഷൻസിലേക്ക് പോകാം. ലോഡ് W നമുക്ക് തന്നിരിക്കുന്ന 5.5 കിലോ ന്യൂട്ടൺ എന്നാണ്. അതായത് 5.5 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ. റബ്ബിംഗ് വെലോസിറ്റി V πdn/1000 ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന n എന്ന് പറയുന്നത് RPSലായതുകൊണ്ടാണ് ഡിവൈഡഡ് ബൈ 60 വരാത്തത്. πdn സ്മോൾ ലെറ്റർ n ഡിവൈഡഡ് ബൈ 1000 മീറ്റേഴ്സ് പെർ സെക്കൻഡ്. ഇവിടെ d എന്ന് പറയുന്നത് നമ്മൾ മില്ലിമീറ്ററിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് താഴെയുള്ള 1000 നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. സോ വിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 3.454 മീറ്റേഴ്സ് പെർ സെക്കൻഡ് എന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് ഹീറ്റ് ജനറേറ്റഡ് കണ്ടുപിടിക്കാം. അപ്പോൾ ഹീറ്റ് ജനറേറ്റഡ് HG = FWV ആണ്. എഫിന്റെ വാല്യൂ നമുക്ക് കിട്ടി, W കിട്ടി, V കിട്ടി. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് ജനറേറ്റഡ് HG കിട്ടുന്നത് 89.5 വാട്ട്സ് ആണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹീറ്റ് ഡിസിപ്പേറ്റഡ് ആണ്. ഹീറ്റ് ഡിസിപ്പേറ്റഡിന്റെ വാല്യൂ HD = KH(A') TB - TA എന്നുള്ള ഇക്വേഷൻ ആണ്. ഇത് ഇക്വേഷൻ 15.11B പേജ് നമ്പർ 360 ആണ്. ഇതിൽ KH എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്.
അത് നമ്മൾ ഏത് ഡിസൈൻ കണ്ടീഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേരി ചെയ്യും. അത് ഡേറ്റാ ബുക്കിൽ ഈ ഇക്വേഷന്റെ തൊട്ട് താഴെ തന്നെ തന്നിട്ടുണ്ട്. നമ്മൾ അസ്യൂം ചെയ്യുന്നത് ആവറേജ് ഡിസൈൻ കണ്ടീഷൻസ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അതുകൊണ്ട് KHന്റെ വാല്യൂ 15.3 ജൂൾസ് പെർ സെക്കൻഡ് മീറ്റർ സ്ക്വയർഡ് ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. A' എന്ന് പറയുന്നത് എക്സ്പോസ്ഡ് ഏരിയ ഓഫ് ബിയറിംഗ് ഹൗസിംഗ് ആണ്. അതിന്റെ റിലേഷൻ 20 DL × 10⁻⁻6 മീറ്റർ സ്ക്വയർഡ് എന്നാണ്. ഇതും ഈ ഇക്വേഷന്റെ അതായത് HDയുടെ ഇക്വേഷന്റെ താഴെ തന്നെ തന്നിട്ടുണ്ട്. ഇതിൽ D എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്, ഡയമീറ്റർ ഓഫ് ദ ബിയറിംഗ്. L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ബിയറിംഗ്. ഇതിൽ D 55 മില്ലിമീറ്റർ, L 55 മില്ലിമീറ്റർ. രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A' വാല്യൂ കിട്ടുന്നത് 0.0605 മീറ്റർ സ്ക്വയർഡ് എന്ന് കിട്ടും. ഇനി TB മൈനസ് TI എന്ന് പറയുന്നത്, TB എന്ന് പറയുന്നത് ബിയറിംഗ് ടെമ്പറേച്ചർ, TI എന്ന് പറയുന്നത് ആംബിയന്റ് ടെമ്പറേച്ചർ. അപ്പോൾ ബിയറിംഗ് ടെമ്പറേച്ചർ മൈനസ് ആംബിയന്റ് ടെമ്പറേച്ചർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറും ആംബിയന്റ് ടെമ്പറേച്ചറുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ TB മൈനസ് TI എന്ന് പറയുന്നത് TO മൈനസ് TA/2 എന്നുള്ള ഒരു റിലേഷൻ ഉണ്ട്. ഈ റിലേഷൻ നമുക്ക് പേജ് നമ്പർ 361 തന്നിട്ടുണ്ട്. അപ്പോൾ ആ റിലേഷൻ വെച്ചിട്ട് നമുക്ക് TB മൈനസ് TA കണ്ടുപിടിക്കാം. ഇവിടെ TO എന്ന് പറയുന്നത് 79 ഡിഗ്രി സെൽഷ്യസ് ആണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. TA ആംബിയന്റ് ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ TB മൈനസ് TA നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. ഈ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഹീറ്റ് ഡിസിപ്പേറ്റഡ് കണ്ടുപിടിച്ചാൽ ഹീറ്റ് ഡിസിപ്പേറ്റഡ് നമുക്ക് കിട്ടുന്നത് 25 വാട്ട്സ് ആണ്. ഇനി നമുക്ക് കൂളിംഗ്, ആർട്ടിഫിഷ്യൽ കൂളിംഗ് നെസസറി ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ആർട്ടിഫിഷ്യൽ കൂളിംഗ് വേണമെങ്കിൽ എത്ര വാട്ട്സ് പവർ ആണ് ആർട്ടിഫിഷ്യൽ കൂളിംഗിലൂടെ റിമൂവ് ചെയ്യേണ്ടതെന്നും കണ്ടുപിടിക്കണം. ആർട്ടിഫിഷ്യൽ കൂളിംഗ് വേണോ എന്ന് ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ HG ഗ്രേറ്റർ ദാൻ HD ആണോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. അതായത് ഹീറ്റ് ജനറേറ്റഡ് ഹീറ്റ് ഡിസിപ്പേറ്റഡിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ അഡീഷണലായി ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് നമ്മൾ ആർട്ടിഫിഷ്യൽ കൂളിംഗ് വഴി റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ HG ഗ്രേറ്റർ ദാൻ HD ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഈ ക്വസ്റ്റ്യനിൽ ഹീറ്റ് ജനറേറ്റഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 89.5 വാട്ട്സ് എന്നാണ്. ഹീറ്റ് ഡിസിപ്പേറ്റഡ് കിട്ടിയിരിക്കുന്നത് 25 വാട്ട്സ് എന്നാണ്. അതായത് HG ഗ്രേറ്റർ ദാൻ HD ആണ് ഈ കേസിൽ. അപ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ കൂളിംഗ് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ കൂളിംഗ് കണ്ടുപിടിക്കുന്നത് HG മൈനസ് HD, ആ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ അത് എമൗണ്ട് ഓഫ് ആർട്ടിഫിഷ്യൽ കൂളിംഗ് റിക്വയർഡ് ആയി. അപ്പോൾ ഇവിടെ ആ ഡിഫറൻസ് 89.5 മൈനസ് 25 ആണ്, അതായത് 64.5 വാട്ട്സ്. ഇത്രയുമാണ് ആർട്ടിഫിഷ്യൽ കൂളിംഗ് നമുക്ക് വേണ്ടത്. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പോൾ ഇനി ഇതിന്റെ ഡിഫറെന്റ് ആൻസേഴ്സ്, അതായത് ഫസ്റ്റ് ആൻസർ ഇതാണ്, ബിയറിംഗ് പ്രഷർ P കണ്ടുപിടിക്കാനായിരുന്നു. അത് 1.82 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർഡ്. സെക്കൻഡ് ആറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കാനാണ്, അതായത് എപ്സിലോൺ, അത് 0.5. തേർഡ് മിനിമം ഫിലിം തിക്നെസ് HO കണ്ടുപിടിക്കാനാണ്, അത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 0.0125 മില്ലിമീറ്റർ. ഫോർത്ത് ഹീറ്റ് ജനറേറ്റഡ് HG, അത് 89.5 വാട്ട്സ്. ഫിഫ്ത്ത് ഹീറ്റ് ഡിസിപ്പേറ്റഡ് HD, അത് 25 വാട്ട്സ്. ലാസ്റ്റ് അതായത് സിക്സ്ത് എമൗണ്ട് ഓഫ് ആർട്ടിഫിഷ്യൽ കൂളിംഗ്, അത് 64.5 വാട്ട്സ്. ആൻഡ് ദാറ്റ്സ് ഓൾ. താങ്ക് യു.